എന്താ ഒരു രസം ഭയങ്കരമായിട്ടൊരു രസം. നമ്മളെ വീഡിയോക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഇംഗ്ലീഷിലാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടാവും. നമ്മൾ വിടുന്നത് മലയാളത്തിൽ തന്നെയാണ്, യൂട്യൂബാണ് അത് ഇംഗ്ലീഷിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു പാവപ്പെട്ട ഒരു മലയാളിയാണ് കേട്ടോ, ഞാൻ ഒരു ഇംഗ്ലീഷുകാരനൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ടു. അതായത് ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഞെട്ടുന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞെട്ടി മടുത്തു പറഞ്ഞു. എപ്പോഴും ഞെട്ടാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതായത് ഒരു 21 വയസ്സുകാരിയും 26 വയസ്സുകാരനും കൂടി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം. അതുമാത്രവുമല്ല, ഇവർ പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം. ഈ 2 പ്രാവശ്യവും കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് കുഴിച്ചു മൂടി അതിൻ്റെ എല്ലും കഷ്ണമൊക്കെ ആയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് സംഭവം നടന്നിരിക്കുന്നത്. അല്ല എനിക്ക് വട്ടായതാണോ, അല്ല നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണോ, ഇനി നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും വട്ടായതാണോ എന്നുള്ളൊരു സംശയമായിരുന്നു എനിക്ക്. അല്ലടോ, എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതായത് 2 ഒരുമിച്ച് താമസിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, കൊലപ്പെടുത്തുന്നത് ഒരു മനുഷ്യന്മാർ കൂടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുംബ ഡാൻസും കളിച്ച് നടക്കുകയാണോ വേണ്ടത്? ഇവിടെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല, വിവാഹമില്ല, ഒന്നും വേണ്ട. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താമസിക്കണം, എന്നിട്ട് ഇതുപോലെ പരിപാടി എടുക്കണം. കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിറ്റുങ്ങൾ എന്തെങ്കിലും ചെയ്യുക. ഇതെന്താ വെള്ളേരിക്കപ്പെടണം? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ടേ, അതിൻ്റെ കെട്ടിയോൻ വന്നിട്ട് ഈ എല്ലും കഷ്ണവും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞത്. ഒരു പക്ഷേ അവൻ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഇതറിയാത്ത കേസുകൾ എത്ര ഉണ്ടാകും? അപ്പോൾ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കേസുകൾ എന്തോരം നടക്കുന്നുണ്ടാകും. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസ് പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും, ഇതിൻ്റെ പുറകെ പോകേണ്ടി വരും എന്നൊക്കെ കരുതിയിട്ട് നമ്മളൊക്കെ ആ ഒരു ഭയത്തിലല്ലേ എല്ലാവരും ജീവിക്കുന്നത്. 3 വർഷമായിട്ടും 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യന്മാരറിയുന്നില്ല. ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പിള്ളേന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഒരു തൊഴിലും ഇതും ഇല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് കട്ടൻ ചായയും കുടിച്ചിരിക്കുന്ന കുറേ ടീമുകൾ ഇപ്പോഴവന്മാർ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കേരളം മൊത്തം നമുക്കങ്ങ് മാറ്റിമറിക്കണം. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഭാര്യ വേണ്ട, ഇല്ലെങ്കിൽ ഭർത്താവിന് ഗൾഫിലാണെങ്കിലും ഭാര്യ ഇനി ആരോ കൂടെയെങ്കിലും സംസാരിച്ച് പോയിക്കോട്ടെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുവരാൻ ഒരുപാട് ടീമുകൾ ശ്രമിക്കുന്നത്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിക്കുന്നത് 2025-ലാണ്, നമ്മൾ 1980-ലല്ല ജീവിക്കുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇതാണോ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, ഈ മക്കളില്ലാത്തവരും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തതുമായ ഒരു കൂട്ടം ടീമുകൾ വന്നിട്ട് ഇവിടെ ഇളക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളോട് ഏറ്റെടുത്തോ മക്കളെ എന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നാട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുംബിച്ചുകൊണ്ടാണ് നടക്കുന്നത്, കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെയൊന്നും കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അത് വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവന്മാരുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, അത് തന്നെയാണ്. അല്ലാതെ ഈ ലിവിങ് ടുഗദർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യേണ്ടി വരും അവസാനം. അതായത് ഈ ആണ് എന്ന് പറയുന്നവൻ പൊടിയും തട്ടിയിട്ടങ്ങ് പോകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കയ്യിലായിരിക്കും. ഇവറ്റകൾ ഇതെന്താ ചെയ്യുക? അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 വർഷമായി പ്രസവിക്കാൻ തുടങ്ങുന്ന 2 കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിട്ടും നമ്മുടെ സംവിധാനങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്നത് തന്നെയാണിത്. അതായത് ഇതൊരു ഭയം തന്നെയാണ്. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ നാട് വേറൊരു തലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്.
നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സുംബ ഡാൻസാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വന്നിരുന്നു. ഒന്നിച്ചിരിക്കണം, ഒന്നിച്ച് കളിക്കണം, ഒന്നിച്ചിതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ അതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. പഴയതുപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇടി എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ? അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അമ്മാവന്മാരാണ്, അച്ഛൻ വൈബാണ്, തന്ത വൈബാണ് എന്നൊക്കെ പറയുമ്പോഴേ ആ വൈബിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്ത വൈബാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഒരു നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് ഇതൊന്നുമല്ല വേണ്ടത്. ആ ഒരു തന്ത വൈബും കാര്യങ്ങളും തന്നെയാണ് ശരിയെന്ന് കാലങ്ങൾ തെളിയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തന്തക്കും തള്ളക്കും വരെ ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, 2 ദിവസം മുമ്പ് മകന് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ വന്നിട്ട് അമ്മയെ പുറകുന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. ആ അമ്മ മകന് വേണ്ടിയിട്ട് ജീവിക്കുന്നതാണ്. അച്ഛൻ്റെ മരണശേഷം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എവിടെയൊക്കെയോ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ഈ മകനെ എന്ന് പറഞ്ഞാൽ ഈ BA വരെ പഠിപ്പിച്ചു. പക്ഷേ 10ാം ക്ലാസ് മുതൽ ഈ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മയക്കുമരുന്നിന് അടിമയാണ്. അതിനുശേഷം ഈ സ്ത്രീ കൊണ്ടുവരുന്ന പൈസ അവരെ തെറിപറിയും തല്ലും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുത്തുകൊണ്ടേയിരുന്നു. അന്നത്തെ ദിവസം അവർക്ക് പൈസ കൊടുക്കാനുണ്ടായില്ല. അന്ന് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകന് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പുറകുന്ന് വന്നിട്ട് വെട്ടുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇതിനെതിരെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് ഡാൻസ് കളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും 4 ബോർഡ് എഴുതി വെച്ചുകൊണ്ടോ നമ്മൾ കാര്യമായില്ല. നമ്മളിത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു, അതായത് നമ്മുടെ കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു അതിർത്തി പ്രദേശമായിരിക്കാം. അവിടെ പരിശോധന നടത്തണം. ആ പരിശോധന നടത്തിയിട്ട് പിടികൂടുന്നവന്മാരുടെ ജീവിതകാലത്തിൽ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ പൂട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവൻ പേടിക്കാൻ തുടങ്ങും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയമായിരുന്നു. ഈ മയക്കുമരുന്ന് കൈവശം വെച്ചാലോ കഞ്ചാവ് കൈവശം വെച്ചാലോ വടകരയെങ്ങാനാണ് അതിൽ കോടതി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ 10 വർഷം കഠിന തടവാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അയ്യോ മയക്കുമരുന്ന് ഭയങ്കരമാണ്, അതുപോലെ തന്നെ ഈ സാധനം ഭയങ്കരമാണ്. ഇന്നതല്ല. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവനും വിൽക്കുന്നവനും അറിയാം ഇത്ര നമുക്ക് കയ്യിൽ വെക്കാം, ഇത്ര കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ആണില്ല പെണ്ണില്ല എന്ത് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള സകല എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെയാണ്. എനിക്കിപ്പോഴും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ അരിയാഹാരത്തിൽ വരെ ഇനി ഈ സാധനം ചേർക്കുന്നുണ്ടോ എന്നുള്ള സംശയം വരെയുണ്ട്. അതായത് അതുപോലെയല്ലേ ജനങ്ങൾ പെരുമാറുന്നത്. ഇന്നലെ ഇപ്പോഴും വേറൊരു സംഭവം കൂടി നടന്നു, നിങ്ങളെല്ലാവരും കണ്ടോ? അതായത് പോലീസിനെ ആക്രമിച്ച് 3ഓളം വാഹനങ്ങളാണ് ഈ ഗുണ്ടകൾ അവർ മയക്കുമരുന്ന് അടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പോലീസ് ചൊറയാക്കിയതാണെന്ന് അവർ പറയുന്നത്. എന്നിട്ട് പിന്നെ അവൻ വിളിച്ച് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കയ്യും കാലും തല്ലി ഓടിച്ചത് പോലീസുകാരാണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂവുന്നുണ്ട്. ഇവന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. ഈ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളാരാ പോലീസുകാരാ ഇവരെ തല്ലാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാകും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അതല്ല വേണ്ടത്. ഇവന്മാരെ ഒന്നെന്ന് പറഞ്ഞാൽ വെളിച്ചം കാണാത്ത രീതിയിലായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെയൊക്കെ ശല്യം കൊണ്ട് സ്വന്തം മാതാവാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകനാണെങ്കിലും ഒന്ന് പിടിച്ചു കൊണ്ടുപോ സാറേ, എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് ആ മാതാവ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരെ ആക്രമിക്കുമ്പോൾ പോലീസുകാർക്ക് ഇങ്ങനെ അടി കിട്ടുമെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൊതുജനമാറ്റം അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്മാർ ചിലപ്പോൾ കടിച്ച് കീറിക്കളയുമായിരുന്നു. അത്ര ഭയങ്കര ഡോസുള്ള ലഹരിയാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അമ്മാവും വൈബ് നല്ലത് മാത്രമല്ല വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോഴത്തെ കൂതറ ജന്മങ്ങളെക്കാട്ടി നല്ലത് പണ്ടത്തെ അമ്മാവും വൈബ് തന്നെയാണ്. കാരണം പണ്ടത്തെ അമ്മാവും വൈബിന് എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുമല്ലാതെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ അവിഹിത ഗർഭങ്ങളും പിന്നെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് കളയലും ഇതുകൊണ്ട് കുഴിച്ചിടലും ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക. വല്ലവനും പറയുന്ന വാക്കും കേട്ടിട്ട് അവൻ്റെ വാക്കിനനുസരിച്ച് തുള്ളാതെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാത്രമേ നല്ല പാഠം ചൊല്ലിക്കൊടുക്കാനുള്ളൂ. ബാക്കി എല്ലാവരും എന്ന് പറയുന്നത് ഇതുപോലെ പറയുന്നതേ ഉള്ളൂ. അവനൊന്നും ഒന്നും നശിക്കാനില്ല. അതായത് ഈ മത്രാനും ഒന്നും പോകാനില്ല. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബമായിട്ടോ അല്ലെങ്കിൽ വേറൊന്നായിട്ടോ ജീവിക്കുന്നവനുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് തുള്ളുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നേർവഴിക്ക് നടത്താൻ നോക്കുക. അവരോട് പറയുക, അതൊക്കെ ആയിരുന്നു പറഞ്ഞോട്ട് മക്കളെ, അവറ്റകൾക്ക് കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്ത ടീമാണ്, അതുകൊണ്ട് നിങ്ങളത് കേൾക്കണ്ട എന്ന് മാത്രം പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് നിർബന്ധമായിട്ടും തരണം. നന്ദി, നമസ്കാരം.